ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി റെസിപ്പിയാണ്. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ നേന്ത്രപ്പഴം, നെയ്യ്, പഞ്ചസാര ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ മോന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവന് 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസൊക്കെ നെയ്യാണെങ്കിലും പഞ്ചസാരയൊക്കെ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കണുള്ളൂ. നിങ്ങളുണ്ടാക്കുമ്പോൾ കൂടുതൽ വേണമെങ്കിൽ നെയ്യാണെങ്കിലും പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിൽ നേന്ത്രപ്പഴം ഇട്ട് നന്നായിട്ട് അതിൻ്റെ മേലെയും നന്നായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നെയ്യ് പുരട്ടി കൊടുക്കുക. കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് കൂടുതൽ നെയ്യ് ഉപയോഗിക്കാം. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര, അതിൻ്റെ മേലേക്ക് നമ്മൾ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര അതുപോലെ നമുക്ക് കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വയ്ക്കുക, ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു തവി കൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബനാന ഫ്രൈ റെഡിയാവും.